വി ഹാഡ് ദാറ്റ് ബിഗ് ഫാറ്റ് സ്മൈൽ ഓൺ അവർ ഫേസ് ആൻഡ് രണ്ടുപേരും ഇങ്ങനെ കീറി വിളിക്കുമായിരുന്നു കാരണത്തിരുന്നു. അവൻ ഇവിടെ നിന്ന് ബഹളം വയ്ക്കുമായിരുന്നു, എടാ വണ്ടി എടുത്തോ, വീട് പുള്ളി എടുത്തോ. ബട്ട് യാ, സീറ്റ്സ് നല്ല കംഫർട്ടബിൾ ആണ്. ആൻഡ് വണ്ടി മൊത്തത്തിൽ രണ്ട് പേർക്ക്, ഇപ്പം ഞാനും വൈഫാണ് ട്രാവൽ ചെയ്യുന്നത്, രണ്ട് പേർക്ക് ട്രാവൽ ചെയ്യാൻ ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്കും ടയറിങ് അല്ല, ആസ് ഇൻ ബോഡി ഏക്സോ അങ്ങനെയൊന്നും വരത്തില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ എത്താൻ പറ്റും. ലോങ് ഡ്രൈവ്സ് ഒക്കെ പോയാലും നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണം അങ്ങനെയൊന്നും തോന്നത്തില്ല. ക്ഷീണം എന്ന് ഉദ്ദേശിക്കുന്നത് ദേഹവേദനയോ അല്ലെങ്കിൽ നടുവേദനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. ബാക്ക് സീറ്റ്സ് അത്ര കംഫർട്ടബിൾ അല്ല. ഞാനിതിലിപ്പോൾ 5 പേരായിട്ട് നമ്മൾ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ യാത്ര ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റും, പക്ഷേ ഫ്രണ്ട് സീറ്റ്സിനെ അപേക്ഷിച്ച് ബാക്ക് സീറ്റ് അത്ര കംഫർട്ടബിൾ അല്ല. എസ്പെഷ്യലി 5 പേർക്ക്. നടുക്കിരിക്കുന്ന ആൾക്ക് ഒരു ടണൽ പോലെയാണ് സീറ്റിൻ്റെ ഷേപ്പ്. അപ്പോൾ അത് തീരെ കംഫർട്ടബിൾ അല്ല. 4 പേർക്ക് വരെ കുഴപ്പമില്ല, 2 പേർക്ക് പെർഫെക്റ്റ് ആണ്. 2 പേരും ലഗേജും എല്ലാം വെച്ച് എവിടെ പോകാനായാലും പെർഫെക്റ്റ് ആണ്. ബാക്കിൽ ലെഗ് സ്പേസ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. സീറ്റ്സ് കുറച്ച് ഒരു സൈഡിലുള്ള സീറ്റാണെങ്കിൽ കുറച്ച് ഒരു ആംഗിളിലാണ്, ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഒരു ആംഗിൾസിലാണ് ഇരിക്കുന്നത്. സ്നഗായിട്ടിരിക്കും. എൻ്റെ ഒരു സൈസിനൊക്കെയാണ്, കുറച്ചുകൂടെ വലിയ ആൾക്കാർക്ക് നോട്ട് ദാറ്റ് മച്ച്. പിന്നെ എനിക്ക് പറയാനുള്ളത് ടയേഴ്സിനെ പറ്റിയാണ്. ടയേഴ്സ് ഇപ്പോൾ 17 ഇഞ്ച് അലോയ്സാണ് കിടക്കുന്നത്. 225 50 R17 സ്റ്റോക്ക് സാധനം തന്നെ കിടക്കുന്നത്. 18 ഇഞ്ചാണ് ഇതിൻ്റെ പ്രോപ്പർ സൈസ് എന്നാണ് ഞാൻ മോസ്റ്റ്ലി എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. എനിക്ക് അപ്ഗ്രേഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ആദ്യം അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിന്നപ്പോഴത്തേക്കും ടയേഴ്സ് എല്ലാം നല്ല ലൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ടയേഴ്സ് ഒന്ന് തീർന്നിട്ട് മാറ്റാമെന്ന് വെച്ചു. അപ്പോഴത്തേക്കും റിയർ ടയേഴ്സ് മാത്രമായിട്ടൊന്ന് ഫുൾ തേഞ്ഞു പോയി. അത് വീലിൻ്റെ അലൈൻമെൻറ്റ് ഇടയ്ക്കൊന്ന് മാറിക്കിടക്കായിരുന്നു. അപ്പോൾ അത് കാരണം റിയർ ടയേഴ്സ് പെട്ടെന്ന് പോയി. ആൻഡ് ഓൾസോ ഞാൻ എടുത്ത സമയത്ത് കുറച്ചധികം ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിയർ ടയേഴ്സ് പെട്ടെന്ന് ഫ്ലാറ്റായി. അപ്പോൾ റിയേഴ്സിൽ ഞാൻ മാറ്റിയത് ആക്ച്വലി സോ ടയർ ഓപ്ഷൻസും ആക്ച്വലി കുറച്ചധികം ഉണ്ട്. നമുക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടയേഴ്സ് ഈസിലി ഒരുപാട് അവൈലബിൾ ആണ്. അതല്ലാതെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സാധനങ്ങളും കിട്ടും. ഞാനിപ്പോൾ ഇതിൽ C8-ൻ്റെ ടയേഴ്സാണ് ഇട്ടേക്കുന്നത്. അത് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആണെങ്കിലും അത് ആക്ച്വലി പെർഫോമൻസ് ടയേഴ്സിന് ഇക്വലൻ്റ് ആണ്. ബ്രിഡ്സ്റ്റോൺ ആണ് മിക്കതിലും ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ മിഷ്ലിൻ പൈലറ്റ് സ്പോർട്ടാണ് ഇതിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഫ്രണ്ടിൽ ഇപ്പോൾ റിയറിൽ കിടക്കുന്നത് മിഷ്ലിൻ പൈലറ്റ് സ്പോർട്ടാണ്. അത് വി റേറ്റഡ് ടയേഴ്സാണ്. അത് അധികം ആരും ഇടാറില്ലാത്തൊരു സാധനമാണ്. C8 ആയതുകൊണ്ട് എടുക്കാത്തതായിരിക്കും, പക്ഷേ ആക്ച്വലി സാധനം നല്ലതാണ്. വലിയ നോയ്സൊന്നുമില്ല, നല്ല ലൈഫുണ്ട്, നല്ല ഗ്രിപ്പും. ഈ ടയേഴ്സ് ഞാനിപ്പോൾ റീസെൻ്റ്ലി റൊട്ടേറ്റ് ചെയ്തായിരുന്നു. എനിക്കിതുവരെ ഷാസി ബാലൻസിൽ ഒരു ഡിഫറൻസും ഫീൽ ചെയ്തിട്ടില്ല. രണ്ടും ഗ്രിപ്പ് വൈസ് ഒക്കെ സെയിം തന്നെയാണ്. ടയേഴ്സിന് എനിക്ക് ആ സമയത്ത് 8,000 പെർ പീസേ ആയിട്ടുള്ളൂ, വിച്ച് വാസ് വെരി ചീപ്പ്. ബ്രിഡ്സ്റ്റോൺ ഞാൻ നോക്കിയപ്പോൾ 20,000, 18 to 20,000 ഒക്കെയാണ് ബ്രിഡ്സ്റ്റോണും മറ്റ് ബ്രാൻഡ്സിൻ്റെ എല്ലാം പ്രൈസ് ഉണ്ട് പെർ പീസ്. വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ചോയ്സ് ആയിരുന്നു. പിന്നെ ഞാൻ C8 എടുക്കാൻ കാര്യം, ഒന്ന് പരീക്ഷണാർത്ഥം എടുത്തതാണ്, രണ്ട് ലൈക്ക് എ സെഡ് ഞാൻ ആദ്യത്തെ ടയേഴ്സ് കുറച്ച് ബേണൗട്ടൊക്കെ ചെയ്താണ് കളഞ്ഞത്. അപ്പോൾ ഓക്കെ, കുറച്ച് ബേണൗട്ടൊക്കെ ചെയ്യാൻ കത്തിച്ച് കളയാൻ പറ്റി, കുറച്ച് എക്കണോമിക്കലായിട്ടുള്ള അധികം ഗ്രിപ്പില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഗ്രിപ്പില്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടെ ഫേസ് ചെയ്യണമല്ലോ എന്നൊക്കെയുള്ളൊരു ലോജിക്കിലാണ് ഞാൻ എടുത്തത്. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം നല്ല ഗ്രിപ്പുണ്ട്. പഴയ ടയേഴ്സ് പോലെ തന്നെ പെട്ടെന്ന് ഗ്രിപ്പ് വൈസ് എനിക്കൊരു ഇംബാലൻസ് ഫീൽ ചെയ്തില്ല. ഞാൻ മോസ്റ്റ്ലി കോസ്റ്റ് ചെയ്ത് ആണ് ഡ്രൈവ് ചെയ്യുന്നത്. ഫ്യൂൽ എഫിഷ്യൻസിക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതൊന്ന്. ബട്ട് ബൈക്ക് ഓടിക്കുന്ന കാലം തൊട്ടേ ഞാൻ ആ ഒരു ശീലമുള്ളതുകൊണ്ട് ഇതിനും ഞാൻ കൂടുതൽ ടൈമും കോസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഫ്രണ്ടിലൊരു എന്തെങ്കിലും ഒരു സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അന്നേരം കോസ്റ്റ് ചെയ്യും. അങ്ങനെ അപ്പോൾ ബ്രേക്സിൻ്റെ യൂസേജ് എൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ വെച്ചിട്ട് കുറച്ച് കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ മേ ബി അതുകൊണ്ടുകൂടെ ആയിരിക്കാം. വെറുതെ ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് ഇല്ലാതെ ഓക്കെ ഇതിന് നല്ല ലൈഫ് കിട്ടുമെന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മളെങ്ങനെ ഡ്രൈവ് എന്നുള്ളതിനെ അനുസരിച്ച് തന്നെ ഇരിക്കും. ഞാനായിട്ട് ഇതിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഡീസൽ എഞ്ചിനാകുമ്പോൾ എന്തായാലും EGR ഒക്കെ ഉണ്ട്, എക്സോസ് ഗ്യാസസ് എല്ലാം വന്ന് ഇൻടേക്കിൽ കയറിയിട്ട് ഫുൾ ക്ലോഗ് ആയിരിക്കും. ആൻഡ് ഇതിൽ ക്ലോഗ് ആയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ എൻജിൻ റീമാപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എൻജിൻ ഇളക്കി ആസ് എൻ ഇൻടേക്ക് മാനിഫോൾഡ് ഇളക്കി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അല്ലെന്ന് പറഞ്ഞാൽ നേരത്തെ ഈ വണ്ടി നോക്കാൻ വന്ന സെയിം പയ്യൻ തന്നെ, ഞാനും അവനും കൂടെ ഒരു ദിവസം ഇരുന്ന് ഫുൾ ഇളക്കി ഇൻടേക്ക് മാനിഫോൾഡ് പുറത്തെടുത്ത് നല്ല ക്ലോഗ്ഡ് ആയിരുന്നു. അകത്ത് ഫുൾ കരി കട്ട പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇൻടേക്ക് വെയിൻസിലോട്ടെല്ലാം പോകുന്നത് നല്ല കൺസ്ട്രെയിൻഡ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കുറേ ഡീസലൊക്കെ ഉപയോഗിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇട്ടായിരുന്നു. അതിട്ട ശേഷവും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. എൻജിൻ ബ്രീത്ത് ചെയ്യുന്നത് എസ്പെഷ്യലി ലോ RPM ഒരു പെർഫോമൻസിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഹയർ RPMs ഓൾറെഡി നല്ല ടോർക്കും പവറും ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഡിഫറൻസ് അത്രയ്ക്ക് എനിക്കങ്ങോട്ട് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ
ഡിഫറൻസ് ഉണ്ട്. കാരണം ലോ ആർ പി എത്തിൽ ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും നല്ല വ്യത്യാസം വന്നു. അപ്പോൾ അത് ത്രൂ ഔട്ട് ദ റേഞ്ച് അത് ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇഫ് എനിവൺസ് പ്ലാനിങ് ഓൺ ടേക്കിംഗ് ദി കാർ ഓർ ഓൾറെഡി ഉള്ള ഓണേഴ്സ് ആണെങ്കിൽ പോലും ഇൻടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അതിപ്പോൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഇൻടേക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എന്തോ ഒരു സൊല്യൂഷൻ ഇൻടേക്കിലോട്ട് പമ്പ് ചെയ്തിട്ട് ചെയ്യുന്ന എന്തോ ഒരു പരിപാടിയുണ്ട്. അതിലൊന്നും ആവത്തില്ല. സ്വന്തമായിട്ട് ഇളക്കി ക്ലീൻ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഒന്നും ആവത്തില്ല. കാരണം ഇത് എയർ ഫ്ലോ നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, അതിനകത്ത് ഫുള്ളും ഈ കരി കയറിയിരിക്കും. അപ്പോൾ അത് നല്ല തിക്കായിട്ടായിരിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ എത്ര ഏജ് വണ്ടിക്കുണ്ട്, എത്രമാത്രം സിറ്റിക്കകത്ത് കിടന്ന് ഓടി എന്നൊക്കെയുള്ള അനുസരിച്ച് അത് നന്നായിട്ട് വേരി ചെയ്യും. ഞാൻ വളരെ ശോകം കണ്ടീഷനിലുള്ള ഇൻടേക്സും കണ്ടിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ നേരം ഞാൻ ഒരുപാട് വീഡിയോസിൽ റെഫർ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അന്നേരം വളരെ ശോകം കണ്ടീഷനിലുള്ളതാണ്. എൻ്റെത് ഓൾമോസ്റ്റ് ഒരു 70% അപ്പ് ദെയർ എന്നുള്ള സ്റ്റേജ് തന്നെയായിരുന്നു. ഇൻടേക്ക് എന്തായാലും ക്ലീൻ ചെയ്യണം. നോട്ട് ജസ്റ്റ് ദിസ് കാർ, ഏത് ഡീസൽ എഞ്ചിനാണെങ്കിലും ഒരു 8-10 വർഷമൊക്കെ ആയതാണെങ്കിൽ ഇൻടേക്ക് ഒന്ന് ഇളക്കി ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. യു വിൽ ഗിവ് എ ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ ലിറ്ററലി ടു യുവർ കാർസ്. നല്ല വ്യത്യാസം വരികയും ചെയ്യും. അത് മൈലേജിലും എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്തായിരുന്നു. സോ എൻജിനിൽ എനിക്കൊരു ടു സ്റ്റെപ്പ് അപ്ഗ്രേഡ് ആയിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു ഇൻടേക്ക് ക്ലീൻ ചെയ്തപ്പോഴും, സെക്കൻഡ് ആ ഒരു ECU റീമാപ്പ് ചെയ്തപ്പോഴും. ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. DPF കൂടെ ഒന്ന് മാറ്റി കഴിഞ്ഞ് എയർ ഇൻടേക്ക് വന്നത് കഴിഞ്ഞാൽ അടുത്ത വീണ്ടും കുറച്ചുകൂടെ ഫ്രീ ആവും. കുറച്ച് ഫ്രീ അപ്ഗ്രേഡ്സ് ഉണ്ട്. മോസ്റ്റ്ലി ട്യൂണേഴ്സിനെല്ലാം ഇത് ആക്സസ് കാണും. ഞാൻ ഒരു ഈനെറ്റ് കേബിൾ വാങ്ങിച്ചു. 1000 രൂപേൻ്റെ ആവത്തുള്ളൂ. ജസ്റ്റ് ആമസോണിൽ കയറി ഈനെറ്റ് കേബിൾ ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും. ഒരു OBD കണക്ടർ ഒരു എൻഡിലും RJ45 എൻ്റെ മറ്റേ എൻഡിലും കാണും. അത് നമുക്ക് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഫുൾ റീഡിങ്സ് എല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ അതും ESIS എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് BMW തന്നെ സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ക്രാക്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്മിഷൻ, സ്പോട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ SAT എന്ന് പറയും, അത് എനേബിൾ ചെയ്യാം. അതുപോലെ ഇപ്പോൾ എൻ്റെ ഉള്ളത് സ്പോർട്ട് വേരിയൻ്റ് ആണ്. പ്രസ്റ്റീജ്, സ്പോർട്ട് ആൻഡ് ലക്ഷറി, ഇതാണ് 3 വേരിയൻറ്റ്സ്. അതിൽ എൻ്റെ ഒപ്പീനിയൻ ബെസ്റ്റ് സ്പോർട്ട് തന്നെയാണ്. M സ്പോർട്ട് കിട്ടുമെങ്കിൽ M സ്പോർട്ട് എടുക്കാം. പക്ഷേ F30ക്ക് M സ്പോർട്ട് ഇറങ്ങിയിട്ടില്ല. F30 LCAക്കാണ് M സ്പോർട്ട് ഉള്ളത്. സോ F30 ജനറേഷനിൽ ബെസ്റ്റ് സാധനം സ്പോർട്ട് തന്നെയാണ് റാദർ ദാൻ ലക്ഷറി. ലക്ഷറിയിൽ സീറ്റ്സ് നോർമൽ സീറ്റ്സാണ്. ഇതിൽ വരുന്ന സ്പോർട്ട് ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനമല്ല. അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള സീറ്റാണ് കാണാനായാലും. മറ്റത് കുറച്ചുകൂടെ ഓക്കെ, ഒരു നൈസർ കളേഴ്സ് എക്സെട്ര. എനിവേ, അപ്പോൾ പ്രസ്റ്റീജ് എന്ന വേരിയൻറ്റിൽ സ്പോർട്ട് പ്ലസ് എന്ന് പറയുന്ന ഡ്രൈവിംഗ് മോഡില്ല. പക്ഷേ നമുക്ക് ESIS വെച്ചിട്ട് അത് എനേബിൾ ചെയ്യാം. അന്നേരം എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്പോർട്ട് പ്ലസ് മോഡ്, അത് കുറച്ചുകൂടെ സ്പോർട്ട് പ്ലസിൻ്റെ സെയിം എൻജിൻ അഗ്രഷനാണ്. പക്ഷേ ട്രാക്ഷൻ കൺട്രോൾ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ അതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ കുറച്ചുകൂടെ സ്ലിപ്പ് അലോ ചെയ്യും. എന്നാൽ ഫുള്ളായിട്ട് ഡ്രിഫ്റ്റ് ആകാൻ, കറങ്ങി പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അന്നേരം അത് കുറച്ചുകൂടെ ഡ്രൈവ് ചെയ്യാൻ ഫണ്ണാണ്. കുറച്ചൊന്ന് സ്ലൈഡ് ചെയ്ത് ഒരു ചെറിയൊരു ലൂസ് സാധനം. പിന്നെ കസ്റ്റമൈസബിൾ സ്പോർട്ട് ഡിസ്പ്ലേസ്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇതിൽ എക്കോ പ്രോവിൻ്റെ ഡിസ്പ്ലേ മാത്രമേ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്പോർട്സ് മോഡിൻ്റെ കസ്റ്റമൈസേഷനും ഉണ്ട്. പക്ഷേ അത് ഡിസേബിൾഡ് ആണ്. എനിക്കതറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാം. മേ ബി M വേരിയൻസിന് വേണ്ടി അത് റിസർവ് ചെയ്തിരിക്കാനായിരിക്കാം. പക്ഷേ അത് ഞാൻ ഇതിനകത്ത് നിന്ന് എനേബിൾ ചെയ്തു. അപ്പോൾ സ്പോർട്ടിലിടുമ്പോൾ എന്തൊക്കെ വേണം? സ്റ്റിയറിംഗ് ആൻഡ് സസ്പെൻഷൻ മാത്രം സ്റ്റിഫായി മതി. സസ്പെൻഷൻ സ്റ്റിഫാവില്ല ഇതിൽ, അഡ്ജസ്റ്റബിൾ അല്ലാത്തതുകൊണ്ട്. ബട്ട് ഡ്രൈവ് ട്രെയിൻ, എൻജിനും ഗിയർ ബോക്സും മാത്രം സ്പോർട്ട് മോഡിലായാൽ മതിയോ, അതോ സ്റ്റിയറിംഗ് കൂടെ സ്പോർട്ട് മോഡിലാവണോ, അതോ തിരിച്ച് വേണോ, അതോ രണ്ടും കൂടെ വേണോ, അങ്ങനെയെല്ലാം അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രീനൂടെ എനേബിൾ ആവും. പിന്നെ ഇത് രണ്ടാണ് മെയിനായിട്ട് നമുക്കൊരു സംഭവം ഉള്ളത്. പക്ഷേ അല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ, ഈവൻ നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്യുമ്പോൾ ഫോഗ് ലാംപ്സ് കത്തണോ, അല്ലെങ്കിൽ റിയർ ലൈറ്റ്സ് കത്തണോ, എന്തൊക്കെ ലൈറ്റ്സിൻ്റെ ഫുൾ ഒരു ടൺ കണക്കിന് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ സോഫ്റ്റ് ലെയിൻ ചേഞ്ചിനുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുമ്പോൾ 3 തവണ കത്തണോ 5 തവണ കത്തണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പം കംപ്ലീറ്റ്ലി വണ്ടിക്കകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒന്ന് ഡിസ്പ്ലേക്കകത്ത് നമ്മൾ വണ്ടി ഓൺ ചെയ്യുമ്പോൾ, നേരത്തെ ജസ്റ്റ് ഒരു 3 സീരീസിൻ്റെ ഒരു സൈഡ് വ്യൂ ഒരു സാധനം മാത്രമായിരുന്നായിരുന്നു. ഇപ്പോൾ ഞാനത് M എന്നെഴുതി കാണിക്കുന്ന സാധനമാക്കി. ഇത് M കാർ അല്ല എങ്കിലും ഞാൻ പെർഫോമൻസ് അപ്ഗ്രേഡൊക്കെ ചെയ്തുകൊണ്ട് ഞാനിതിനൊരു M കാർ പോലെയാണ് കാണുന്നത്. M3 എന്നല്ല, M സ്പോർട്ട് എന്നുള്ള രീതിക്ക്. അത്രയ്ക്ക് അഹങ്കാരമൊന്നുമില്ല. സോ അപ്പോൾ കസ്റ്റമൈസേഷൻ രീതിയിൽ നമുക്ക് ആ ഒരു ടൂൾ വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. എക്സാക്ട് ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ ഓർ അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുടെ അതെല്ലാം ഒരു വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇഫ് നീഡഡ് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ ഓൾറെഡി ആ ടൂളും ഉണ്ട്.
അതിൻ്റെ സോഫ്റ്റ്വെയർസും സാധനങ്ങളെല്ലാം ഉണ്ട്. സോ ഇഫ് എനിവൺ ഈസ് ലുക്കിംഗ് ഫോർ ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ഓൺ ദിസ് തിങ്? അതൊരു കോൺസ്റ്റൻറ്റ് ഹാപ്പി ജേണിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഫ്രം ദ മൊമെൻറ്റ് ഞാൻ ഈ വണ്ടി ആദ്യമായി കണ്ട മൊമെൻറ്റ് മുതൽ ഈ നിമിഷം വരെയും ഇറ്റ്സ് ഓൾവേസ് എക്സൈറ്റിങ്. ഇപ്പോൾ വണ്ടി ഈവൻ ഇന്നലെ ഞാനൊരു ഫംഗ്ഷന് പോയായിരുന്നു. അവിടെ കുറച്ച് പുല്ലൊക്കെ ഉള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തായിരുന്നു പാർക്കിംഗ്. അപ്പോൾ ആ പച്ച കളർ പുല്ലിൽ ഈ ചുവന്ന കളർ വണ്ടിയൊക്കെ കൊണ്ട് ഇട്ട് പാർക്ക് ചെയ്ത് നടന്നു പോകുമ്പോൾ അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോവും. ആ ഒരു ലോങ് ബോണറ്റ് കാണാനൊരു ഭംഗി തന്നെയാണ്. കാണുന്ന ഭംഗി മാത്രമല്ല, ഐ മീൻ ഇറ്റ് മേക്സ് യു ഫീൽ സ്പെഷ്യൽ എവറി ടൈം. അതിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിങ് പ്ലഷറിൽ സ്പെഷ്യലാണ്, കാണാൻ നല്ല രസമാണ്. പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ നോട്ട് ചെയ്യും. യെസ്, എസ്പെഷ്യലി ഒരു കൊച്ചു പയ്യൻ ഇതിലൊക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ നോട്ട് ചെയ്യും. എനിക്ക് എപ്പോഴും അത് ഫേവറബിൾ അല്ല, ഐ മീൻ ദാറ്റ്സ് പേഴ്സണൽ ടേസ്റ്റ്. പക്ഷേ ചിലപ്പോഴൊക്കെ അതൊരു സ്പെഷ്യൽ ഫീൽ തന്നെയാണ്. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഈ ഒരു സ്പെഷ്യൽ ഫീല്, ഒരു BMW എക്സ്പീരിയൻസ്, ഇതൊന്നും അൺഅച്ചീവബിൾ അല്ല. വേണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. കുറച്ച് പ്ലാനിങ്, കുറച്ച് റിസർച്ച് ചെയ്യണം. പിന്നെ ഇതിലിപ്പോൾ മെയിനായിട്ട് ഇതിലിപ്പോൾ എനിക്ക് ഓണർഷിപ്പ് കോസ്റ്റ് മാക്സിമം കുറച്ച് നിർത്താനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ സർവീസ് സെൻറ്ററിലല്ല ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ പാർട്സ് ഞാൻ തന്നെ എവിടെന്നെങ്കിലുമൊക്കെ സോഴ്സ് ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കെല്ലാം ഞാൻ തന്നെ ചെയ്യും. വർക്ക് വരുമ്പോഴത്തേക്കും ആ വർക്കിനെ പറ്റി മാക്സിമം ഞാൻ R&D ചെയ്തിട്ടേ ഒരു സർവീസിന് കൊണ്ട് പോകത്തുള്ളൂ. സോ ദാറ്റ് അവർ പറയുന്ന എല്ലാം ഞാൻ കേൾക്കേണ്ടി വരില്ല. അവരോട് ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതാണ് സംഭവം, ഇതാണ് എനിക്ക് തോന്നുന്നത്, വാട്ട് യു തിങ്ക് എന്നുള്ള രീതി. അവരെ പഠിപ്പിക്കാൻ പോകുക എന്നുള്ള രീതിക്ക് ഞാൻ പോവില്ല. ഇതാണ് ഞാനിപ്പോൾ നോട്ട് ചെയ്ത സിംറ്റംസ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടത്, അപ്പോൾ എന്നുള്ള രീതിക്ക് സംസാരിക്കുമ്പോൾ ദേ ഓൾസോ, ഐ മീൻ ഡിപ്പെൻഡിങ് ഓൺ ദി പേഴ്സൺ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു കംഫേർട്ട് തോന്നിയിട്ടുള്ള 1-2 സ്ഥലമാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ ഞാനിപ്പോൾ ഒരു സ്ഥലം, കുറച്ച് ദൂരെയാണത്, എന്നാലും ഒരു സ്ഥലം ഫേവറബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ സ്ഥിരം ചൂസ് ഗരാജിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ അങ്ങനെ കുറച്ച് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി ഓൺഡ് അറ്റ് എ റീസണബിൾ ബഡ്ജറ്റ്. ആൻഡ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ ചെടി സാധനങ്ങളെല്ലാം ഒക്കെ കാണാം. ഇതൊരു എവരിഡേ കാർ, ഒരു റെഗുലർ കാർ, ഒരു സാധാരണക്കാരൻ്റെ വണ്ടി എന്നുള്ള രീതിക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഇതെടുത്തു കഴിഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റി പ്രോബ്ലംസ് വരുമോ എന്നുള്ളൊരു കൺസേൺ ഒന്നും വേണ്ട. വേണമെന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടിക്കലായിട്ടും കൊണ്ടു നടക്കാം. വേണമെന്ന് വെച്ചാൽ നല്ല, ഇത് പ്രാക്ടിക്കലി കൊണ്ടു നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരേ ഒരു ബുദ്ധിമുട്ട്, പൊക്കമുള്ള ഹമ്പുകൾ വരുമ്പോൾ നമുക്ക് ചെറിയൊരു വേദന വരും. അതല്ലാതെ ഇതിൽ വലിയ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇതിൽ ഗോകർണ പോയിട്ടുണ്ട്. ഗോകർണ പോയപ്പോഴത്തേക്കും ബീച്ചിൻ്റെ ഓൾമോസ്റ്റ് ആ ഒരു ക്ലിഫ് ഇറങ്ങി ബീച്ചിൻ്റെ ഓൾമോസ്റ്റ് അടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു അക്കോമഡേഷൻ. അപ്പോൾ ഒരു നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കുത്തനെ ഇറക്കം, റോഡൊന്നുമില്ല, ഫുൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ഞാൻ വിചാരിച്ചു, ഈശ്വര, ഈ വണ്ടി ഇത് എങ്ങനെ കൊണ്ട് ഇറക്കും, ഇങ്ങോട്ടൊന്നും കയറത്തില്ല, പോകത്തില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇറങ്ങിയപ്പോൾ വണ്ടി ഒന്നും അറിയാത്ത പോലെ സുഖമായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഓക്കെ, ഇറങ്ങിപ്പോകാനുള്ള കുഴപ്പമില്ല, തിരിച്ച് കയറാൻ നേരം മിക്കവാറും പെടും. കാരണം ഫുൾ ലൂസ് ഗ്രൗണ്ടാണ്. ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഇൻക്ലൈനും ഉണ്ട്. ഇൻക്ലൈൻ അല്ല, ടാറിലേക്ക് ഒരു ഫീറ്റ് ഹൈറ്റ് ഡിഫറൻസ് ഉള്ളൊരു സംഭവം പോലെ. ഒരു ഷാർപ്പായിട്ട് ഇങ്ങനെ ഒരു റൗണ്ടഡാണ്, കയറാൻ പറ്റില്ല, അങ്ങനെ ഒരു സാധനമൊക്കെയാണ്. അപ്പം ഇത് കയറും ഇല്ല എന്നൊക്കെ ഉള്ളതിൽ ഞാനിങ്ങനെ ആലോചിക്കുക. പക്ഷേ ഞാൻ ഫസ്റ്റ് ട്രയൽ ഞാൻ ജസ്റ്റ് കയറിയപ്പോൾ തന്നെ വണ്ടി സുഖമായിട്ട് കയറിപ്പോയി, അടി തട്ടിയതൊന്നും ഇല്ല, സുഖമായിട്ട് കയറിപ്പോയി. സോ നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്ഥലത്ത് ഞാൻ കൊണ്ട് പോയിട്ടുണ്ട്, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. എല്ലായിടത്തും യൂസബിൾ അല്ല എന്നൊന്നുള്ള ഒരു പ്രോബ്ലം ഇല്ല. ഇത് ഹൈവേയിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി അങ്ങനെ ഒന്നുമില്ല. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് കാർ. വീട്ടിൽ വേറെ വണ്ടികളുള്ള സ്ഥിതിക്ക് ഫസ്റ്റ് കാർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാനായിട്ട് വാങ്ങിച്ച എൻ്റെ വണ്ടി എന്ന രീതിക്ക് ദിസ് ഈസ് മൈ ഫസ്റ്റ് കാർ. സോ അതെടുത്തൊരു എക്സ്പീരിയൻസ്. ഞാനും ബ്രദറും കൂടെയാണ് ആക്ച്വലി ഇത് വാങ്ങിച്ചത്. നമ്മൾ രണ്ടുപേരും കൂടെ കൊച്ചിയിൽ പോയി ക്യാഷെല്ലാം കൊടുത്ത് വണ്ടിയെടുത്ത് ആ ഒരു വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഹൈവേയിലോട്ട് ഇങ്ങനെ കയറാൻ നേരം വി ബോത്ത് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. രണ്ടുപേരും അത് ലൈക്ക് എന്തോ ഒരു ട്രിഗർ ഹാപ്പൻഡ്. ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് രണ്ടുപേർക്കും പെട്ടെന്നൊരു മൊമെന്റ് ഓഫ് അച്ചീവ്മെന്റ്. രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ട് വീണ് നോക്കി. വി ഹാഡ് ദാറ്റ്
ബിഗ് ഫാറ്റ് സ്മൈൽ ഓൺ അവർ ഫേസ് ആൻഡ് രണ്ടുപേരും ഇങ്ങനെ കീറി വിളിക്കുമായിരുന്നു കാരണത്തിരുന്നു. ഐ തിങ്ക് ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം വി എവർ ഡിഡ് ദാറ്റ് ഇൻ അവർ എൻ്റയർ ലൈഫ്സ്. പക്ഷേ യെസ്, വി ഡിഡ് ഇറ്റ്. എനിക്കായാലും അച്ഛനായാലും ചേട്ടനായാലും നമുക്ക് കാഴ്സ് പണ്ട് തൊട്ടേ ഒരു വീക്ക്നെസ് ആണ്. അച്ഛനിൽ നിന്നാണ് ഈ ഒരു പ്രാന്ത് തുടങ്ങിയത് എന്ന് പറയാതെ തന്നെ മനസ്സിലായി കാണും. നമ്മളെല്ലാവർക്കും അതൊരു വലിയൊരു മൊമെൻ്റ് ആയിരുന്നു, നോട്ട് ജസ്റ്റ് ഫോർ ദി ഫാമിലി. അപ്പം ഞാൻ ഈ ഒരു കാറ് നോക്കി തുടങ്ങി. അപ്പോൾ സച്ചുവിൻ്റെ കാറ് ഓടിച്ചു, ആ ഒരു റാപ്പിഡ് ഓടിച്ച ശേഷം പിന്നെ ഞാനിങ്ങനെ കാറുകളൊക്കെ നോക്കി തുടങ്ങി. ഫ്രണ്ട്സുമായിട്ട് ഞാനിപ്പോഴും ഡിസ്കസ് ചെയ്യും. കുറച്ച് കാറ് ഭ്രാന്തന്മാരുണ്ട്, എസ്പെഷ്യലി ഒരു മെയിൻ ഭ്രാന്തനുണ്ട്, സച്ചുവിൻ്റെയാണ്. അപ്പോൾ അവനുമായിട്ടെല്ലാം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യും. അവിടെ ആ കാർ നോക്കി അതിങ്ങനെയാണ് ഇങ്ങനെയാണ് കാറുകളെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ഞാൻ 3 സീരീസ് നോക്കാം, 3 സീരീസ് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴൊന്നും ഇവരാരും വിചാരിക്കുന്നില്ല ഞാൻ പോയി കാർ എടുക്കുന്നു. കാരണം ദേ ഓൾ നോ വെരി വെൽ ഞാൻ കാറ് അങ്ങനെ എടുക്കുന്ന ഒരാളല്ല. എപ്പോഴും ഞാൻ 2 വീലർ മാത്രം പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ടും ഞാൻ കാറിനെ പറ്റി സംസാരിക്കുന്നു. അപ്പം അവന് ഈ ഒരു ടോപ്പിക് ഇഷ്ടമുള്ളതുകൊണ്ട് അവനും ഇരുന്ന് സംസാരിക്കുന്നു. ഓക്കെ, ദേ ഓൾസോ വെൻ്റ് അലോങ് വിത്ത് ഇറ്റ്. ബട്ട് ദെൻ ഞാൻ ഒരു കാറ് OLX ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു, കേടാ ഇത് കൊള്ളാം, ഇതാണ് ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു. അപ്പോഴും ഓക്കെ, വിത്ത് എ സൈഡ് കോൺവെർസേഷൻ ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. ഞാൻ പോയി വണ്ടി എടുത്തു. ഒരു 2 ആഴ്ചയോളം ഞാനിത് പുറത്ത് പറഞ്ഞില്ല, ഞാൻ പോസ്റ്റ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഓക്കെ, എന്നിട്ട് ഒരു ദിവസം ഞാൻ കാറും എടുത്ത് ഇവരെ കാണാനായിട്ട് പോയി. സ്ഥിരം മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, കവടിയാർ. അപ്പോൾ കവടിയാർ ഞാൻ ഒരു സ്ഥലത്ത് കാർ പാർക്ക് ചെയ്തു. നമ്മൾ തിരിച്ചിങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്കും സച്ചു ഈ കാർ അവിടെ കിടക്കുന്നുണ്ട്, റെഡ് കളർ BM അവിടെ കിടക്കുന്നുണ്ട്. അവനിങ്ങനെ നൈസ് കാർ എന്നിങ്ങനെ അവൻ പറയാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ കാർ അവൻ കണ്ടിട്ടുണ്ടല്ലോ, ഞാനല്ലേ ഇത് അവന് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവനിങ്ങനെ തിരിഞ്ഞ് നോക്കി. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഒരു കള്ളച്ചിരി നിൽക്കുന്നു. അപ്പോൾ അന്നേരം അവനോട് ആ കവടിയാർ ആ റോഡിൽ നിന്ന് കാണിച്ച അവനിവിടെ നിന്ന് ബഹളം വയ്ക്കുമായിരുന്നു. എടാ വണ്ടി എടുത്തടാ, വീട് പുള്ളി എടുത്തടാന്ന് പറഞ്ഞു. അവൻ അന്ന് കാണിച്ച എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കിപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ദാറ്റ് വാസ് എ കളക്റ്റീവ് ഫീലിംഗ്. അപ്പോൾ അവിടെ അവൻ മാത്രമല്ല, കൂടെ വേറെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഗൂഗിളും മൂന്നിനും വിപിനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും അതിൽ വൻ എക്സൈറ്റഡ് ആയിരുന്നു. മെയിൻലി ഗൗതം, അവനവിടെ ഒന്ന് കവടിയാർ ഇളക്കി മറിച്ചില്ല എന്നേളൂ. അപ്പോൾ എല്ലാവരും ചാടി വണ്ടി കയറി നമ്മളവിടെ കവടിയാറൊക്കെ റൗണ്ടൊക്കെ അടിച്ച് ആൻഡ് കംപ്ലീറ്റ് ആ ഒരു യൂഫോറിക് മൊമെൻറ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇതിലായാലും അത് കഴിഞ്ഞ് കാറ് ഞാനും ചേട്ടനും എടുത്ത് വീട്ടിൽ വരുമ്പോൾ, അപ്പോൾ ചേച്ചിയോട് പറഞ്ഞില്ല കാർ എടുക്കാനാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇതിൽ വന്ന് ഇറങ്ങി കണ്ടപ്പോഴേക്കും ചേച്ചിയുടെയൊക്കെ മുഖം ബൾബിട്ട പോലെ ഇങ്ങനെ കത്തി നിൽക്കുന്നു. എൻ്റെ നെഫ്യൂ അവനൊരു കാർ എന്തൂസിയസ്റ്റാണ്. അപ്പോൾ അവനന്ന് നല്ല കുഞ്ഞാണ്, അവനും ഭയങ്കര എക്സൈറ്റഡായി ഷെയറിങ് മൈ എക്സ്പീരിയൻസസ്. അപ്പോൾ ഫ്രം ദാറ്റ് മൊമെൻ്റ് ഓൺ ഞാനിപ്പോൾ എൻ്റെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഇതിൽ വൺ എക്സൈറ്റഡാണ്. കാരണം എല്ലാവർക്കും അറിയാം എൻ്റെ കാർ ഭ്രാന്തും ബൈക്ക് ഭ്രാന്തും ഒക്കെ എല്ലാവർക്കും അറിയാം. സോ നോയിങ് ദാറ്റ് ഞാൻ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ ഇതിനു മുമ്പേ വീട്ടിൽ റേസിങ് സിമുലേറ്റേഴ്സ് എല്ലാം വെച്ച് വീട്ടിലിരുന്ന് വണ്ടി ഓടിക്കുന്ന ആ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവിങ് ഫ്രം ദാറ്റ് ടു ദിസ് ആ ഒരു അപ്ഗ്രേഡ് ആയപ്പോഴത്തേക്കും എല്ലാവർക്കും അതൊരു മോട്ടിവേഷനും ആയിരുന്നു. കുറേ പേര് ഓക്കെ ഇതിനെപ്പറ്റി ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊരു റീസൺ അതാണ്. കാരണം ഞാൻ വണ്ടി എടുത്ത ശേഷം എന്നോട് ഒരുപാട് പേര് ആക്ച്വലി ഇമ്മീഡിയറ്റ്ലി എടുത്ത ഉടനെ തന്നെ ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയുണ്ട്, എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയാനായിട്ട് എനിക്ക് വണ്ടി എടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്ര നാൾ ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് വീണ്ടും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാൻ കിട്ടി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഐ വിൽ ട്രൈ ടു ഡു ഇൻ എ ഡിഫറെൻറ്റ് വീഡിയോ. ഇറ്റ് സ്റ്റിൽ ഈസ് വൺ ഹെൽ ഓഫ് ആൻ എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വല്ലാണ്ടൊന്ന് ഹൈ ആയി. ഐ തിങ്ക് ഐ വിൽ വൈൻഡ് അപ്പ് നൗ. താങ്ക് യു everyone for watching, and that was a short story but very long. Thank you for watching everyone. Bye.